പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരനാഥനായ ഈശോയെ, അങ്ങയുടെ സജീവ സാന്നിധ്യത്തിന് മുമ്പിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഈ ലോകത്തിൻ്റെ വലിയ തിരക്കുകൾക്കിടയിൽ നിന്നും മാറി അങ്ങയുടെ സമാധാനത്തിലേക്ക് ഞാൻ വരുന്നു. എൻ്റെ ഓരോ ശ്വാസവും അങ്ങയെ സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എപ്പോഴും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 16:1. ദൈവമേ, എന്നെ കാത്തുരക്ഷിക്കണമേ, ഞാൻ അങ്ങയിൽ ശരണം പ്രാപിക്കുന്നു. 3 കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായും കാണുക. എന്നെ കാത്തുരക്ഷിക്കണമേ ദൈവമേ എന്നുള്ള ശക്തമായ ഒരു പ്രാർത്ഥന. 2, ഞാൻ അങ്ങിൽ ശരണം പ്രാപിക്കുന്നു. 3-ാമതായത് കാര്യം, ദൈവത്തിൽ നമ്മൾ നേടിയെടുക്കുന്ന ആശ്വാസം. എന്നെ കാത്തുരക്ഷിക്കണമേ എന്ന് ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മെ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾക്കും പ്രതിസന്ധികൾക്കുമിടയിൽ നമുക്ക് വിളിച്ചു ചോദിക്കാവുന്ന ഏറ്റവും ലളിതമായ പ്രാർത്ഥനയാണത്. നമ്മെ സംരക്ഷിക്കാൻ കഴിവുള്ള ഒരു വലിയ ശക്തി നമുക്ക് കൂട്ടുണ്ട് എന്നൊരു ബോധ്യമാണ്, വിശ്വാസമാണ് എന്നെ കാത്തുരക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയുടെ അടിസ്ഥാനം. കർത്താവേ, എന്നെ കാത്തുരക്ഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ അത് വിശ്വാസപൂർവം ശരണപൂർവ്വം നമ്മൾ ഏറ്റുപറയുകയാണ്. അങ്ങിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു. ലോകം തരുന്ന സഹായങ്ങൾ, താങ്ങി നിർത്തലുകൾ ഒരുപക്ഷെ തകർന്നു പോകാം. എന്നാൽ ദൈവത്തിൽ ശരണം പ്രാപിക്കുന്നവർ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. ഒരുപക്ഷെ അതിൻ്റെ ചിറകിൻ കീഴിൽ കുഞ്ഞുങ്ങളെ ഒളിപ്പിക്കുന്നത് പോലെ ദൈവം നമ്മെ മറച്ചു പിടിക്കുന്നു. നിങ്ങളെവിടെയാണോ അവിടെ ആ അവസ്ഥയെ തന്നെ ദൈവം നിങ്ങളെ സഹായിക്കാൻ സന്നദ്ധനാണ്. അവിടുത്തെ വലതുകൈ നിങ്ങളെ പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആശ്വാസം. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഏറ്റുപറയാം. ഈശോയെ, ഞാൻ അങ്ങയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ ആകുലതകളെ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞാൻ തളർന്നു പോകുമ്പോൾ എന്നെ താങ്ങുന്നതിനും ഞാൻ വഴിതെറ്റുമ്പോൾ എന്നെ നയിക്കുന്നതിനും അങ്ങ് എപ്പോഴും എൻ്റെ കൂടെയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങ് എൻ്റെ കൂടെയുള്ളപ്പോൾ എനിക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും അങ്ങയുടെ കാവലാണെന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു. കർത്താവേ, സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത് പോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അങ്ങയിൽ അഭയം പ്രാപിക്കുന്ന, ശരണം പ്രാപിക്കുന്ന എന്നെ കാത്തുരക്ഷിക്കണമേ. ഇരുളടഞ്ഞ വഴികളിൽ പ്രകാശമായും ഏകാന്തതയെ നല്ലൊരു സുഹൃത്തായും അങ്ങ് കൂടെ ഉണ്ടാകണമേ.
അങ്ങയുടെ പ്രത്യാശ എൻ്റെ ജീവിതത്തിൽ നിറയട്ടെ. ഔദ്യോഗികാരനാഥ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും അങ്ങേക്ക് ഞങ്ങൾ സ്തുതികൾ അർപ്പിക്കുകയും ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ നിയോഗം മുഴുവനും ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നമുക്ക് സമർപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെപ്പോഴും ആ നിയോഗം സമർപ്പിക്കുമ്പോൾ ഈശോയെ എന്നെ കാത്തുരക്ഷിക്കണമേ എന്നും ഈശോയെ ഞാൻ അങ്ങിൽ ശരണം പ്രാപിക്കുന്നുവെന്നും ഞങ്ങൾ വെക്കുന്ന ഈ നിയോഗങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസം, യഥാർത്ഥമായ ആശ്വാസം ലഭിക്കട്ടെ എന്നും നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. നല്ലവനായ ഈശോ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സുഖവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.